പലസ്തീനികൾ ഹമാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗാസയിൽ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയിൽ അതിന് ഘടകവിരുദ്ധമായി വിദ്യാർത്ഥികൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ രംഗത്ത് വരുന്നു. ഇപ്പോഴിതാ നിരവധി വിദ്യാർത്ഥികളെ പുറത്താക്കി അമേരിക്ക അതിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. എന്താണ് സാർ, ഒരു വൈരുദ്ധ്യം ഇതിനകത്തില്ലേ? തീർച്ചയായും വലിയ വൈരുദ്ധ്യമാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക്, അതിൽ പലസ്തീനിയൻ ജനതയ്ക്ക് ഹമാസ് ഒരു ബാധ്യതയാകുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അന്യനാട്ടിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള സ്വതന്ത്ര മണ്ണിൽ നിന്നുകൊണ്ട് ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന, വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ ഒരുക്കുന്ന ഒരു തിരക്കിലാണ് അമേരിക്കയിലെ പല സർവകലാശാലകളിലെയും വിദേശ വിദ്യാർത്ഥികൾ. അതെ, അമേരിക്കൻ പൗരൻ ഒരുപക്ഷെ ഇതെല്ലാം ചെയ്യാനുള്ള അവകാശമുണ്ടാവും. അമേരിക്കയുടെ വിദേശ നയം അനുസരിച്ചും അമേരിക്കയുടെ തീരുമാനങ്ങളനുസരിച്ചും ഹമാസിനെ ഒരു ഭീകര സംഘടനയായിട്ട് തന്നെയാണ് അമേരിക്ക അതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ആ സംഘടനയെ പരസ്യമായി അനുകൂലിക്കുക എന്നത് മാത്രമല്ല, ആ സംഘടനയെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, അമേരിക്കൻ പൗരന്മാരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കയുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇടപെടാനാവില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കേസുകൾ നോക്കൂ. അമേരിക്കയിൽ പഠിക്കാനായി വരുന്ന ആളുകൾ വിവിധ ഇന്ത്യയിൽ നിന്നും, മധ്യ പൗരസ്ത്യ പ്രദേശത്തു നിന്നും, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ പഠിക്കാനായി സ്റ്റുഡൻറ്റ് വീസയിൽ വരുന്നവർ, പഠിക്കാൻ വന്നവൻ പഠിച്ചിട്ട് പോയാൽ മതിയെന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. അത് ശരിയല്ലേ? നമ്മുടെ രാജ്യത്ത് വേറൊരു രാജ്യത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിൽ അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുമോ അത് തന്നെയാണ് അമേരിക്കയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഉയർന്ന ചോദ്യം, മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതെ, അതിൻ്റെ ഉത്തരം ലളിതമാണ്. അമേരിക്ക മാറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി കൊണ്ടുവന്ന ഒരു മാറ്റം, ആ മാറ്റം വ്യക്തിയുടെ മാറ്റമല്ല, മാറി ചിന്തിക്കുന്ന ഒരു അമേരിക്കയെ കാണുന്നു. അതെ, ഈ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ തന്നെയാണ് അമേരിക്കയുടെ ബലം. പക്ഷേ അമേരിക്കയുടെ ശാപവും അങ്ങനെ വരുന്ന ആളുകളുടെ അനിയന്ത്രിതമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ആണെന്ന് വരുമ്പോൾ അത് മുളയിലേ ഞുള്ളേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതൊരു വളർന്ന് ക്യാൻസർ ആകാതിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി നമ്മുടെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല, ഹമാസ് അനുകൂല, പലസ്തീൻ അനുകൂല കോസ് എന്ന് പറയുന്നത് ന്യായമായ കാര്യമാണ്. ഹമാസ് അനുകൂല കോസ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അത് മാത്രമല്ല സാർ, അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ അവിടെ പഠിക്കുന്ന ജൂത വിദ്യാർത്ഥികളെ ഇവർ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. ഈവൻ ഇപ്പോൾ അമേരിക്കയിലുള്ളവരാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ഒരു വംശീയ സ്വഭാവം അല്ലെങ്കിൽ ഒരു വംശീയ ആക്രമണമായിട്ട് അതിനെ കരുതാം. ഇത് അമേരിക്കക്കാരല്ല, വിദേശത്തുനിന്ന് അവിടെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ ജൂത വിദ്യാർത്ഥികളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. ഇത് എങ്ങനെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റും? ഈ മധ്യ പൂർവ്വ പ്രദേശത്തെ റൈവലറി അന്യനാട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം അറബിയും ജൂതനും തമ്മിലുള്ള ചരിത്രപരമായ വൈജാത്യം, ചരിത്രപരമായ വൈരാഗ്യം, ഈ വൈരാഗ്യം ആ പ്രദേശത്ത് ലോക്കലൈസ് ചെയ്യേണ്ടതാണ്. അത് അമേരിക്കയുടെ മണ്ണിലേക്ക് സ്വാതന്ത്ര്യം തേടി പോകുന്നവരാണ്. ജൂതൻ അമേരിക്കയിൽ ചെല്ലുന്നതും അറബി അമേരിക്കയിൽ ചെല്ലുന്നതും സ്വാതന്ത്ര്യം തേടി ചെല്ലുന്നവരാണ്. അവർ പരസ്പരം സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കയുടെ ക്രമസമാധാന നിലയുടെ മാത്രം വിഷയമല്ല, അതൊരു പ്രൊപ്പറൈറ്റിയുടെ കൂടെ വിഷയമാണ്. അതുകൊണ്ട് അമേരിക്ക അതിനെക്കുറിച്ച് ശക്തമായി, അത് മാത്രമല്ല ഈ ജൂത കുടിയേറ്റക്കാർ എന്ന് പറയുന്ന വിഭാഗം വളരെ കുറവാണ് ഇപ്പോൾ. ഇപ്പം ജൂത പ്രദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് അധികം പേര് കുടിയേറാറില്ല. അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയ വിഭാഗം ജൂതന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തി. ഇസ്രായേലിലേക്ക് അവരുടെ 2000 വർഷമായി പ്രവാസത്തിലായിരുന്നവർ, ഏറെക്കാലം യൂറോപ്പിലായിരുന്നു, മറ്റു പല പ്രദേശങ്ങളിലായിരുന്നു. ഒരു ഇന്ത്യയിലും കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള ജൂത കോളനികൾ ഉണ്ടായിരുന്നല്ലോ, ജൂത സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ വൈൻഡപ്പ് ചെയ്ത് പലരും യഹൂദ നാട്ടിൽ 1948 മുതൽ പല പല വെയിൽസായി ജൂത മണ്ണിലേക്ക് പറന്നിറങ്ങി. ഇസ്രായേൽ മണ്ണിലേക്ക്, സ്വതന്ത്ര പരമാധികാര ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പറന്നിറങ്ങി. പക്ഷേ ഇസ്രായേലുള്ള ജൂതന്മാരോടൊപ്പം എണ്ണം ജൂതന്മാർ അമേരിക്കയിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. കാരണം ഹോളോകോസ്റ്റിനെ അതിജീവിച്ച് യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവരുണ്ട്, അതിന് മുൻപ് അമേരിക്കയിൽ എത്തിയവരുണ്ട്. തിരിച്ചു വരാതെ, ഇസ്രായേലിലേക്ക് തിരിച്ചെത്താതെ അമേരിക്കയിൽ തുടർന്ന ആളുകൾ
അതിശക്തമായ ഒരു ലോബിയാണ്, ഒരു സ്വാധീന ശക്തിയാണ് ജൂയിഷ് ലോബി എന്ന് പറയും. അതെ, അമേരിക്കയുടെ തീരുമാനം എടുക്കൽ പ്രക്രിയയെ നന്നായി സ്വാധീനിക്കുന്ന ഒരു ഘടകവുമാണ് ജൂത ലോബി. ഞാൻ അങ്ങനെയും കേട്ടിട്ടുണ്ട്. ഈ ലോക ഓഹരി വിപണിയെ പോലും നിയന്ത്രിക്കുന്നതിൽ ജൂതന്മാർക്ക് വലിയ പങ്കുണ്ടെന്നാണ്. ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, ഇതെല്ലാം തന്നെ അടക്കി വാഴുന്നത് ജൂതനാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല, അമേരിക്കയിൽ തുടങ്ങിയ കാര്യവുമല്ല. അതെ അതെ, യൂറോപ്യൻ നാട്ടിൽ യഹൂദന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ ജൂതന്മാരുടെ ഇമേജ് എന്ന് പറയുന്നത് ഒരു പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വിഭാഗം, കഴുത്തറപ്പൻ പലിശ വാങ്ങി ചേർത്ത് വീർക്കുന്ന, എന്നാൽ താമസിക്കുന്ന പ്രദേശത്തോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് കരുതുന്ന പണക്കുതിയന്മാരായ ആളുകളാണ്. അവർക്ക് അന്നും എന്നും കൂറെ ഇസ്രായേലിനോട് മാത്രമാണ്. അവർക്ക് അന്ന് ഇസ്രായേൽ ഭൂമി ഇല്ലാന്ന് ഓർക്കണം. അവർ പ്രവാസത്തിലായിരുന്നു. ആ കാലത്തും പ്രവാസം, 2000 വർഷമായ പ്രവാസത്തിലാണ്. ആ കാലത്തും അവരുടെ ഹോംലാൻഡ്, വാഗ്ദത്ത ഭൂമി അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇന്നോ നാളെയോ എന്നെങ്കിലും അല്ലെങ്കിൽ അടുത്ത തലമുറയുടെ കാലത്തെങ്കിലും തങ്ങൾക്ക് മാതൃരാജ്യത്തേക്ക് മടങ്ങിയെത്തണം. അതുകൊണ്ടാണ് ഷേക്സ്പിയർ തൻ്റെ ഒരു വിഖ്യാതമായ വൺ ആക്ട് പ്ലേയിൽ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന വെനീസിലെ വ്യാപാരിയിൽ ഷൈലോക്ക് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. എക്സ്ട്രാക്ടിങ് എ പൗണ്ട് ഓഫ് ഫ്ലഷ്, അല്ലേ, ഒരു തുള്ളി ചോര ഇറ്റ് വീഴാതെ നെഞ്ചിൽ നിന്നും ഉരുറാത്തൽ മാംസം കാർന്നെടുക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജാണ്. പക്ഷെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ ഇമേജ് മാറി. ജൂയിഷ് ഹോളോകോസ്റ്റ്, ഹിറ്റ്ലറുടെ തടങ്കൽ പാളയങ്ങളിൽ, ഗ്യാസ് ചേംബറുകളിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരാണ് പിടഞ്ഞു മരിച്ചത്. അന്ന് ലഭിച്ച യൂറോപ്യൻ സമൂഹത്തിന്, പ്രത്യേകിച്ചും വെള്ളക്കാർക്ക്, അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ദ വൈറ്റ് കമ്മ്യൂണിറ്റി, ദ ക്രിസ്ത്യൻ മെജോറിറ്റി, അവർക്ക് ജൂതനോട് മുൻപുണ്ടായിരുന്ന ആ ഒരു വിരോധം അയിത്തം മാറുകയും സയനിസ്റ്റ് കോസ് 1900-കളുടെ അവസാനം തന്നെ തുടങ്ങി 1900 എത്തുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയ സയനിസ്റ്റ് കോസ് അതിനുശേഷം വർദ്ധിച്ച വീര്യത്തോടെ പ്രവർത്തിക്കുകയും ഇസ്രായേൽ സാധ്യമാകുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ തന്നെ അമേരിക്കയുടെ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ, രാഷ്ട്രീയ തീരുമാനങ്ങളെ, വിദേശ നയത്തെ തീരുമാനിക്കുന്നതിൽ ജൂതൻ ഒരു പങ്കാളിയാണ്. കാരണം 2ാം ലോകമഹായുദ്ധം ജയിക്കാൻ ലഭ്യമായ അമേരിക്കയുടെ ആണവ പദ്ധതിയുടെ പിന്നിൽ പോലും ജൂതന്മാരുടെ കുശാഗ്ര ബുദ്ധി ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജൂതനെ കൈവിടാൻ അമേരിക്കയ്ക്കാവില്ല. അത് വസ്തുതയായിരിക്കെ ജൂതന്മാർ അമേരിക്കയുടെ സ്ട്രീറ്റിൽ അവരാരും തന്നെ കുടിയേറി വന്നവരല്ല. ഒരു കാലത്ത് കുടിയേറിയവരാണ്. 20ാം നൂറ്റാണ്ടിലോ 21ാം നൂറ്റാണ്ടിലോ കുടിയേറിയവരല്ല. എന്നാൽ അറബികളായ വലിയ വിഭാഗം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വരുന്ന ചില വിഭാഗങ്ങൾ ഈ അടുത്ത കാലത്ത് കുടിയേറിയവരാണ്, അല്ലെങ്കിൽ പഠിക്കാനായി എത്തിയവരാണ്. അവരുടെ നാട്ടിലെ രാഷ്ട്രീയം അമേരിക്കയിലേക്ക് കൊണ്ടുവരികയും വംശീയ വിരോധം അല്ലെങ്കിൽ എത്നിക് ഒരു റൈവലറി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് അമേരിക്ക എന്ന സ്വതന്ത്ര ലോകത്തിന് തീർച്ചയായും കൊള്ളാനാവാത്തതാണ്, ഭീഷണി തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഏറ്റവും കൂടുതൽ ഈ തുർക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അതുപോലെ ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ചെല്ലുന്നവരും പിന്നെ ഏതാനും ഇന്ത്യൻ വിദ്യാർത്ഥികളും, ഇവരാണ് അവർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നതെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. അതൊരു പരിധി വരെ ശരിയാണ്. കാരണം ഇത് ഈ 3 രാജ്യങ്ങളെ വേറിട്ട് കാണേണ്ടതുണ്ട്. തുർക്കി, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്, അത് വേറിട്ട് കാണേണ്ട ആവശ്യമുണ്ട്. കാരണം തുർക്കി ഒരിക്കലും ഒരു മത മൗലികവാദ രാഷ്ട്രം ആയിരുന്നില്ല അടുത്ത കാലം വരെ. പക്ഷെ എർദോഗാൻ തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഒരു ചിന്ത, ഫണ്ടമെന്റലിസം കൊണ്ടുവന്നു എന്നല്ല, ഉള്ള ഫണ്ടമെന്റലിസത്തെ ഒന്ന് തേച്ചു മിനുക്കിയെടുത്ത് അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ബാക്കി പത്രമാണ് പലപ്പോഴും തുർക്കിയിൽ നിന്ന് കുടിയേറുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിക്കാനായി പോകുന്ന വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ ചെല്ലുകയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലുകയും അവിടെ തങ്ങളുടെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ, തങ്ങളുടെ എത്നിക് കൺവിക്ഷൻ, തങ്ങളുടെ മതപരമായ കൺവിക്ഷൻ അവിടെ പ്രവർത്തകമാക്കാൻ നോക്കുകയാണ്. അവിടെ നൽകുന്ന ആ സിസ്റ്റം നൽകുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നോക്കുകയാണ്. അവിടെയാണ് തുർക്കി പ്രധാനപ്പെട്ടതാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു വിഷയം തുർക്കിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം തുർക്കിയുടെ ആഭ്യന്തര യാഥാർത്ഥ്യങ്ങളാണ് ഇങ്ങനെ ഒരു ചേഞ്ചിൽ കലാശിച്ചത്. പാകിസ്ഥാനിൽ നിന്ന് എക്കാലത്തും വിദ്യാർത്ഥികൾ വിദേശത്ത് പോയിട്ടുണ്ട്. അവർ എക്കാലത്തും പ്രവർത്തിക്കുന്ന പോലെ ഇപ്പോഴും അന്നും അവർ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആണ്. ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ചെല്ലുന്ന പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ പലരും ഇന്ത്യ വിരുദ്ധ
പ്രവർത്തനങ്ങളിൽ അവിടെ ഏർപ്പെടുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് പല ആവർത്തി കാനഡയുമായും ബ്രിട്ടനുമായും അമേരിക്കയുമായും സംസാരിച്ച ഈ വിഷയത്തിൽ സംസാരിച്ച ഒരു പാരമ്പര്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നിയന്ത്രണ വിധേയവുമാണ്. പക്ഷേ ബംഗ്ലാദേശിൽ നിന്നും വളരെ കുറച്ച് പേരാണ് പോയിരുന്നത്. ഇപ്പോൾ അത് ആ എണ്ണവും ബംഗ്ലാദേശിൽ നിന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ കാരണങ്ങളാൽ പലപ്പോഴും അഭയം തേടി എത്തുന്നവരുമുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു പോളിസിയുണ്ട്, അഭയം തേടി എത്തുന്നവരെ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഹരിച്ച് ഗുണിച്ച് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ എടുക്കൂ. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഗ്രീൻ കാർഡ് ഈസ് നോട്ട് എ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ്. അതുകൊണ്ട് പെർമനന്റ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൂർണ്ണ അമേരിക്കൻ പൗരനായി എന്ന അർത്ഥമില്ല. അവർ പോലും പുറത്താക്കപ്പെടാം. കാരണം അങ്ങനെ പലരെയും ഇപ്പോൾ ഓൾറെഡി പുറത്താക്കുകയോ പുറത്താക്കലിൻ്റെ പക്കൽ നിൽക്കുകയോ ചെയ്യുകയാണ്. അതുകൊണ്ട് സ്റ്റുഡൻറ്റ് വീസയിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വീസയെ കർശനമായി തന്നെ അത് പഠിക്കുക എന്നതല്ലാതെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തിനുള്ള വേദിയോ പ്രക്ഷോഭങ്ങൾക്കുള്ള വേദിയോ ആക്കരുത്. അതേസമയം അമേരിക്കൻ പൗരന്മാരായ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്താൽ അത് നിയന്ത്രിക്കാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അത് അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യമാണ്. അതുകൊണ്ട്